സിനിമാ പ്രേക്ഷകർക്ക് പ്രത്യേക മമത നടി ഉർവശിയോടുണ്ട്. അന്നും ഇന്നും ഉർവശിയുടെ സിനിമകളും കഥാപാത്രങ്ങളും ജനശ്രദ്ധ നേടുന്നു. കോമഡിയും വൈകാരിക രംഗങ്ങളും അനായാസമായി ചെയ്യുന്ന ഉർവശി മലയാളത്തിലും തമിഴിലും ഇപ്പോഴും സജീവമാണ്. ഉർവശിയുടെ പാത പിന്തുടർന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലാണ് മകൾ തേജലക്ഷ്മി. ബാംഗ്ലൂരിലെ പഠനം കഴിഞ്ഞ് കുറച്ചുനാൾ ജോലിയും ചെയ്ത ശേഷമാണ് സിനിമാ രംഗത്തേക്ക് തേജലക്ഷ്മി എത്തുന്നത്. അമ്മയെപ്പോലെ മകളും പ്രേക്ഷക സ്വീകാര്യത നേടുമോ എന്ന ആകാംക്ഷ മിക്കവർക്കുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ തേജലക്ഷ്മി തന്റെ സ്റ്റൈലും ഫാഷനിലും വലിയ ശ്രദ്ധ നൽകാറുണ്ട്. അടുത്തിടെയായി വലിയ മേക്ക് ഓവർ തേജലക്ഷ്മിക്ക് വന്നിട്ടുണ്ട്. പഴയ ഫോട്ടോസുകളിലെല്ലാം തേജലക്ഷ്മിക്ക് നല്ല വണ്ണമുണ്ട്. താൻ വണ്ണം കുറച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് തേജലക്ഷ്മി. അമ്മ ഉർവശിക്കൊപ്പം പങ്കെടുത്ത ഒരു അഭിമുഖത്തിലാണ് തേജലക്ഷ്മി ഇതേക്കുറിച്ച് സംസാരിച്ചത്. 12ാം ക്ലാസ് വരെയും ഞാൻ 89 കിലോ ഉണ്ടായിരുന്നു. അതിനുശേഷം ജിമ്മിൽ പോവുകയും ഡയറ്റ് എടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ മാറ്റമെന്ന് തേജലക്ഷ്മി പറഞ്ഞു. എന്നാൽ അതുമാത്രമല്ല വണ്ണം കുറയാൻ കാരണമെന്ന് ഉർവശി വ്യക്തമാക്കി. +2 വരെ ക്ലാസ്സിൽ തന്നെയായിരിക്കും. ടീച്ചർ ക്ലാസ് എടുത്തു പോകും. എന്നാൽ ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് കോളേജ് ഏക്കർ കണക്കിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായി വണ്ണം കുറയും. കോളേജിലൂടെ നടക്കുന്നത് തന്നെ വലിയ വ്യായാമമാണെന്നും ഉർവശി ചൂണ്ടിക്കാട്ടി. ഇതേക്കുറിച്ച് തേജലക്ഷ്മിയും സംസാരിച്ചു. ബാംഗ്ലൂരിൽ എല്ലായിടത്തും നടന്നാണ് പോയിരുന്നത്. അന്ന് വർക്ക് ചെയ്യുന്നില്ല. പൈസ പരമാവധി ലാഭിക്കാൻ വേണ്ടി നടക്കും. പതിയെ വണ്ണം കുറഞ്ഞു. ജിമ്മിൽ പോയ ശേഷം വണ്ണം നന്നായി കുറഞ്ഞെന്നും തേജലക്ഷ്മി വ്യക്തമാക്കി. മകൾക്ക് പോക്കറ്റ് മണി കൊടുക്കുന്നതിൽ താൻ സ്ട്രിക്റ്റ് ആണെന്നും ഉർവശി പറയുന്നു. എൻ്റെ ഭർത്താവിനോടാണ് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ. അദ്ദേഹം ധാരാളം കൊടുക്കും. മറ്റു കുട്ടികളും ഉണ്ടാകും. അവർക്ക് നാണക്കേടുണ്ടാക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. ഫസ്റ്റ് ഇയറിൽ ഇവൾക്ക് അറിയില്ലായിരുന്നു. 3 വർഷമായപ്പോൾ ഇതിനൊന്നും ചെലവഴിക്കേണ്ടെന്ന് മനസ്സിലാക്കി. ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടുമാണ് പർച്ചേസ് ചെയ്യുന്നത്. അത് സ്വാഭാവികമാണെന്നും ഉർവശി ചൂണ്ടിക്കാട്ടി. മുൻ ഭർത്താവ് നടൻ മനോജ് കെ ജയൻ ഉർവശിക്ക് പിറന്ന മകളാണ് തേജലക്ഷ്മി. അച്ഛനും അമ്മയും അങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേർക്കുമൊപ്പം തേജലക്ഷ്മിയുണ്ട്. അമ്മയുടെ സിനിമകൾ തനിക്ക് ഇഷ്ടമാണെന്നും അത്രയും ഗംഭീരമായി തനിക്ക് അഭിനയിക്കാനാകുമോ എന്നറിയില്ലെന്നും തേജലക്ഷ്മി അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ശ്രീദേവി പോലും അമ്മയുടെ ഫാനായിരുന്നു. ഒരിക്കൽ ബോണി കപൂർ പറയുന്നത് കേട്ടപ്പോൾ താൻ അത്ഭുതപ്പെട്ടു പോയെന്നും തേജലക്ഷ്മി പറഞ്ഞു. ജോ ബേബിയാണ് ഉർവശിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ.